ഹായ് യെസ് വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. എല്ലാവർക്കും ആർക്കനെക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഓക്കെ, സോ ഞാനിന്ന് വന്നിട്ടുള്ള നമ്മളുടെ +2 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ, നിങ്ങൾ ഓണം എക്സാമിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് വെച്ചാൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. A circle of radius r is drawn with a charge plus q placed at the center. The work done in moving a point charge around the circumference of the circle is dash. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ. സോ ഇവിടെ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ഒരു +q ചാർജ് ഉണ്ട് അല്ലേ. എത്ര ചാർജ് ഉള്ളത്? ഏതാ ചാർജ് ഉള്ളത്? യെസ്, +q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. നമ്മൾ അവിടെ +q നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണെന്നാ പറഞ്ഞത്? പ്ലേസ് അറ്റ് ദ സെന്റർ. അതിന് എങ്ങനെ വരച്ചു? സർക്കിൾ ഓഫ് റേഡിയസ് ആർ ഇസ് ഡ്രോൺ എന്നാ പറഞ്ഞ അല്ലേ. അപ്പൊ ഈ ഒരു +q സെന്ററിലാണുള്ളത്. ഈ ഒരു +q ചാർജിന് ആർ റേഡിയസ് നമ്മൾ എന്ത് വരയ്ക്കാൻ പോവാണ്? ഇതുപോലത്തെ ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. സർക്കിൾ വരച്ചല്ലോ, വരച്ചു. അത് ക്ലിയർ ആണേ? അങ്ങനെയാണേ മക്കളെ നിങ്ങൾ പറഞ്ഞേ, ഈ സർക്കിൾ എന്താണ് അവിടെ കാണിക്കുന്നത്? ഈ സർക്കിൾ നമ്മൾ ഈ 2 ഡയമെൻഷനിൽ ഈ സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ +q ചാർജിന് എന്താടാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഈ ഒരു +q ചാർജിൽ നിന്ന് ഇക്യു ഡിസ്റ്റൻസിലേക്ക് വരയ്ക്കുന്ന സർഫസ് അല്ലേ ഇത്. ഇതെന്താണ്? അതിന്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അവിടെ ആ സർഫസിലെ എല്ലാ പോയിന്റിലും നമ്മുടെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സർഫസ് നമുക്ക് എന്ത് വിളിക്കാം? ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഓഫ് ദിസ് പോയിന്റ് ചാർജ് എന്ന് പറയാം. പറഞ്ഞൂടെ? അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, the work done in moving a point charge around the circumference അല്ലെ. ഈ ഒരു സർക്കിളിന്റെ മുകളിലൂടെ ഒരു പോയിന്റ് ചാർജ് ഇവിടുന്ന് എന്ത് ചെയ്യണം? എനിക്ക് ഇവിടേക്ക് എത്തിക്കണം. അതിന് വേണ്ട വർക്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആ വർക്ക് എപ്പോഴും എന്തായിരിക്കും? അവിടെ പൊട്ടൻഷ്യൽ സെയിം ആണ്. പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ നിങ്ങൾക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? അവിടെ ഉണ്ടായിരുന്ന ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഈക്വൽ ആയിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ V2 - V1 ആയിരിക്കും. ഈ രണ്ട് പോയിന്റിലും ഒരേ പൊട്ടൻഷ്യൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. സോ വർക്ക് എപ്പോഴും എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക മക്കളെ? ആൻസർ എന്താണ് വരിക? പറഞ്ഞേ, ഇതാ ഇവിടെ എന്ത് വരും? നമുക്ക് 0 എന്ന് മാർക്ക് ചെയ്യാം. അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. റെഡി ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ഈസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? കണ്ടല്ലേ, നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളൂ. ഓക്കെ, സോ വാട്ട് ഈസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ സർഫസ് ഹാവിംഗ് സെയിം പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ്സ് ഓൺ ഇറ്റ് സർഫസ് അല്ലെ. ഈ ഒരു സർഫസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എക്സാക്ട്ലി സെയിം ആയിരിക്കും. റെഡി അല്ലേ? അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. റൈറ്റ് 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണല്ലേ. ഏതൊക്കെ 2 പ്രോപ്പർട്ടീസ് പറയാൻ സാധിക്കുക? ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ്? പൊട്ടൻഷ്യൽ ഈസ് സെയിം ആണല്ലേ. സോ പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. സോ പൊട്ടൻഷ്യൽ ഈസ് സെയിം ആണല്ലേ. പൊട്ടൻഷ്യൽ ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ് ഓൺ ഇറ്റ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഓൺ ഇറ്റ് ആണ്. ആൻഡ് മറ്റൊരു പോയിന്റ് ഞാൻ പറഞ്ഞു, there is no work is to be done in moving a point charge on an equipotential surface അല്ലെ. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു പോയിന്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? എക്സ്റ്റേണൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ അല്ലെ, ഈ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഷോർട്ട് ആക്കി ഇതാണ് എപ്പോഴും എന്തായിരിക്കും വരിക? പെർപെൻഡിക്കുലർ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ എന്ത് പാസ് ചെയ്യുള്ളൂ? നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡിൽ ഓർത്ത് വെക്കുക. റെഡി അല്ലേ? ഇത്തരത്തിൽ 4 പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചു മക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്നാണ് നമുക്കുള്ളത് അല്ലേ. 3 capacitors C1, C2, C3 are arranged as shown below. Derive the expression for the effective capacitance of the combination. അല്ലെ, ഇവിടെ നോക്കിയേ, ഇവിടെ 3 capacitors നിരത്തിയതാ. നമ്മുടെ ഏത് കോമ്പിനേഷൻ ആണിത്? ഏതാണ് ഈ കോമ്പിനേഷൻ? പാരലൽ കോമ്പിനേഷൻ ആണല്ലേ. സോ പാരലൽ കോമ്പിനേഷൻ 3 കപ്പാസിറ്റേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാം അല്ലെ. നിങ്ങൾക്കറിയാം പാരലൽ കണക്ഷന്റെ അകത്ത് എന്താണ് സെയിം ആയിട്ട് വരുന്നത്? നമ്മളുടെ പൊട്ടൻഷ്യൽ ആണ് സെയിം അല്ലെ. നമ്മളിവിടെ കൊടുത്ത എത്ര പൊട്ടൻഷ്യൽ ആണോ അത് ഈ 3 ആൾക്കും ഒരേപോലെ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പക്ഷെ എന്ത് ഡിഫറെന്റ് ആണ്? ചാർജ് ഡിഫറെന്റ് ആണ്. വന്ന ചാർജ് ഇവിടെ 3 ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ഫസ്റ്റ് വൺ എന്താണ്? Q1 and നെക്സ്റ്റ് 3 ആണ് Q2 and the third one is Q3. So these are the charges. Okay, അതാണ് നമ്മളെ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുള്ള 3 ചാർജുകൾ. ചുരുക്കി പറഞ്ഞാൽ ആ ടോട്ടൽ ചാർജ് ഇവിടെ 3 ആയിട്ട് സ്പ്ലിറ്റ് ആവുമല്ലേ. അതെ, സോ ടോട്ടൽ ചാർജ് നമുക്ക് എന്ത് ചെയ്യാം? 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. Q1
പ്ലസ് Q2 പ്ലസ് Q3. അങ്ങനെയാണ് നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം Q ഈക്വൽ ടു എന്താണ് CV എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാർജും നമുക്ക് എന്ത് ചെയ്യാം, CV എന്ന് പറഞ്ഞ കറസ്പോണ്ടൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ചെയ്തോടെ. അങ്ങനെ ടോട്ടൽ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് C ആണ് എനിക്ക് കൊടുക്കാൻ പറ്റുക, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലേ. സോ C എഫക്റ്റീവ് ഇൻറ്റു അവിടുത്തെ പൊട്ടൻഷ്യൽ V. റെഡിയാണല്ലോ. എന്താണ് Q1? ഒന്നാമത്തെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ചാർജ് എത്രയായിരിക്കും വരിക, ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഇൻറ്റു അവിടുത്തെ പൊട്ടൻഷ്യൽ പ്ലസ് Q2 എന്തായിരിക്കും വരിക, അങ്ങനെ രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഇൻറ്റു അവിടുത്തെ പൊട്ടൻഷ്യൽ പ്ലസ് തേർഡ് വൺ എന്താണ് C3 ഇൻറ്റു V ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കി നിങ്ങൾ V കോമൺ അല്ലേ, V എനിക്ക് പുറത്തെടുക്കാലോ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും V എന്തായിരിക്കും, സെയിം ആയിട്ട് വരും. എനിക്ക് ഈ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തു എല്ലാവരും. അങ്ങനെയാണ് ഇക്വേഷൻ എനിക്ക് എന്ത് കിട്ടി, C എഫക്റ്റീവ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. കണ്ടല്ലേ മക്കളെ, നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഈ ഒരു മൂന്നാള് പാരലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ, വെരി സിമ്പിൾ. ഓക്കെ, അടുത്ത നോക്കി നിങ്ങൾ, ഇഫ് C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു C അല്ലേ, ഈ മൂന്ന് ആൾക്കാരും എന്താണ്, സെയിം ആണ്, ഒരേ കപ്പാസിറ്റൻസ് അല്ലെ. എന്ന് വെച്ചാൽ C എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ് ആണ് മൂന്നാൾക്കുള്ള അല്ലെ. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ, ഇൻ ദ എബോവ് സർക്യൂട്ട് വാട്ട് ഇസ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. നമുക്ക് ഇതിന് എന്ത് കണ്ടുപിടിക്കണം, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം മക്കളെ. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്കറിയാം, സീരീസ് കോമ്പിനേഷൻ സോറി പാരലൽ കോമ്പിനേഷൻ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് നമ്മൾ ഇക്വേഷൻ, എന്താണ് C എഫക്റ്റീവ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, C1 പ്ലസ് C2 പ്ലസ് C3 ആണ്. മൂന്നാൾക്കും ഒരേ കപ്പാസിറ്റൻസ് ആണ്, C പ്ലസ് C ആണ്. സോ നമുക്ക് എന്ത് പറയാം, 3C എന്ന് പറയാം. സോ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണ്, 3C ആണ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്മൾ പോവാണ്, വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ. അഗൈൻ കപ്പാസിറ്ററിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മക്കളെ. ഓക്കെ, വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ. നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് ചാർജുകളെ സ്റ്റോർ ചെയ്യാനാണ് മെയ്ഡ് ചെയ്തത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യുന്ന ചാർജ് അല്ലെ, ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യുന്ന ചാർജ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, V ആണ്. അങ്ങനെയാണ് എനിക്ക് എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, കോൺസ്റ്റന്റ് വേണം. ഇവിടെ ആ കോൺസ്റ്റന്റ് ആണ് നമ്മുടെ എന്ത്, കപ്പാസിറ്റൻസ്. സോ Q ഈക്വൽ ടു എന്ത് പറയാം, നമുക്ക് CV എന്ന് പറയാം. അപ്പൊ പ്രിൻസിപ്പിൾ ആലോചിച്ച് വെച്ചോളാം, ദ ചാർജ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. മനസ്സിലാക്കി വെക്കുക, ആ പോയിന്റ് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ, അത് നമ്മൾ എഴുതി അല്ലെ. അടുത്ത നോക്കിയേ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എന്ന് അറിയോ നിങ്ങൾക്ക്, കപ്പാസിറ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, കപ്പാസിറ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നല്ല ഭംഗിക്ക് എന്ത് ചെയ്യാം, വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ രണ്ട് പാരലൽ പ്ലേറ്റുകളുണ്ട്. ഒരാൾ എന്താണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. റെഡിയാണല്ലോ. അടുത്ത ആൾ എന്താണ്, നെഗറ്റീവ്ലി ചാർജ് ആണ്. ഓക്കെ, ആൻഡ് ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്ത് വിളിക്കാം, D എന്ന് വിളിക്കാം. ഡിസ്റ്റൻസ് എത്രയാണ്, D ആണ്. നമുക്ക് കപ്പാസിറ്റൻസ് അല്ല കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കപ്പാസിറ്റൻസ് ഇക്വേഷൻ, എന്താണ് നമുക്കറിയാം, Q ഈക്വൽ ടു CV ആണെങ്കിൽ C ഈക്വൽ ടു എന്താണ് വരിക, Q ബൈ V ആണ് അല്ലെ. ഇവിടെ ചാർജും കണ്ടുപിടിക്കാം, പൊട്ടൻഷ്യലും കണ്ടുപിടിക്കാം. നേരെ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ ആയി. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ അറിയാം, നമ്മുടെ ചാർജ് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം അല്ലെ. ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം, അത് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ചാർജ് ഡെൻസിറ്റി ആണ്. ഇവിടെ രണ്ട് പാരലൽ പ്ലേറ്റുകളല്ലേ ഉള്ളത്. ഈ പ്ലേറ്റിന് എന്താ ഉണ്ടാവുക, നമുക്കറിയാം ഒരു 2 ഡയമെൻഷണൽ സർഫസ് ആണല്ലോ ഈ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. അതിനൊരു ഏരിയ ഉണ്ടാവുമല്ലോ. ഏരിയയിലേക്കാണ് ഈ ചാർജ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ചാർജ് ഡെൻസിറ്റി അവിടെ സ്പെസിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ആ ചാർജ് ഡെൻസിറ്റി, യെസ്, സർഫസ് ചാർജ് ഡെൻസിറ്റി, സിഗ്മ അല്ലേ. അങ്ങനെ സിഗ്മയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, സിഗ്മ ഈക്വൽ ടു എന്താണ്, ചാർജ് സ്റ്റോർഡ് പെർ യൂണിറ്റ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് Q ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, സിഗ്മ ഇൻറ്റു എ എന്ന് പറയാലോ. സിഗ്മ ഇൻറ്റു എ എന്ന് പറയാം. ഇക്വേഷൻ നമ്പർ 1 ആക്കി ഇവിടെ വെച്ചോ. നമ്മൾ Q കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്, V അല്ലേ. ഇനി ആ V കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ V കണ്ടുപിടിക്കാൻ പോവാണ്. V കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളതാ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. E ഈക്വൽ ടു എന്താണ്, -dV/dr എന്ന് പറഞ്ഞെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നൊക്കെ നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സോ -dV/dr ഇവിടെ എന്ത് ചെയ്യാണ്, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണ്. സോ E ഈക്വൽ ടു V/R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലെ. ഇവിടെ ആ ഡിസ്റ്റൻസ് നമ്മൾ എടുത്ത് എന്താ, D ആയിട്ടാണ്. സോ V/D എന്ന് വിളിക്കാം, വിളിച്ചൂടെ. അങ്ങനെയാണെങ്കിൽ V ഈക്വൽ ടു, ഞാൻ ഈ ബൈ D ഇപ്പുറത്ത് എടുക്കുന്നു. സോ ഇൻറ്റു D ആയിട്ട് മാറി. സോ V ഈക്വൽ ടു എന്താണ്, E ഇൻറ്റു D. എടാ എന്റെ പൊന്നു മക്കളെ, ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാ, അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അതും പഠിച്ചിട്ടുണ്ട്. എന്താണ്,
ഗോസസ് ലോയുടെ അപ്ലിക്കേഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ് പഠിച്ചു നമ്മൾ. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താണ്? സിഗ്മ ബൈ 2 എപ്സിലോൺ 0 അല്ലെ? എന്താണ്? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇവിടെ അങ്ങനത്തെ രണ്ട് പ്ലേറ്റുകളില്ലേ അല്ലെ? പാരലൽ പ്ലേറ്റുകളല്ലേ? രണ്ട് പ്ലേറ്റുകൾ ഉണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്ലേറ്റിന്റെ എന്ത്? ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് അതേ സാധനം രണ്ടാമത്തെ പ്ലേറ്റ് വരുമ്പോൾ എന്തായിട്ട് മാറും? സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് പറയാം. എന്താണ് ഈ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0? 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0. 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ 0. സോ വി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് കിട്ടി. അല്ല, ഇക്വേഷൻ നമ്പർ 2 ആവട്ടെ. ഇപ്പൊ നമ്മുടെ കയ്യിൽ Q ഉണ്ട്, V ഉണ്ട്. നേരെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട താമസം നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കിട്ടും. റെഡി അല്ലേ? സോ സി ഈക്വൽ ടു നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് Q ബൈ V അല്ലേ? നേരെ കൊടുത്തുള്ള Q എത്രയാ? സിഗ്മ ഇൻറ്റു എ നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ? ബൈ താഴെ രണ്ട് സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി അല്ലേ? സോ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. സിഗ്മ ഞാൻ ക്യാൻസൽ ചെയ്തു. ഈ ബൈ എപ്സിലോൺ 0 നേരെ മുകളിലേക്ക് കയറി വരും. സോ നമുക്ക് എന്ത് വന്നു? സി ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ എന്ത് വരിക? കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. കിട്ടില്ലേ? സംഭവം സെറ്റ് അല്ലേ? യെസ്, അത്രയേ ഉള്ളൂ അത്രയും പരിപാടി ഉള്ളൂ. ഓക്കെ, ഡൺ അല്ലേ? യെസ്. അപ്പൊ അതാണ് നമ്മുടെ എന്ത് ഡെറിവേഷൻ സൈഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡെറിവേഷൻ ആണ്, അതുകൊണ്ടാണ് ചെയ്തത് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ. എ 12 പിക്കോഫാരഡ് കപ്പാസിറ്റർ ഇസ് കണക്റ്റഡ് ടു 50 വോൾട്ട് അല്ലെ? 50 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്തു. ഹൗ മച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ? എത്ര എനർജി സ്റ്റോർ ചെയ്ത് ചോദിച്ചു അല്ലെ? അപ്പൊ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? യെസ്, പൊട്ടൻഷ്യൽ എനർജി U ഈക്വൽ ടു ഹാഫ് CV² ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് ഇൻറ്റു എത്ര കപ്പാസിറ്റൻസ്? 12 പൈക്കോഫാരഡ് അല്ലേ? സോ 12 ഇൻറ്റു പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻⁻12 ഇൻറ്റു V എത്രയാ കൊടുത്തത്? 50 അല്ലേ? സോ 50യുടെ സ്ക്വയർ എടുക്കണം. സോ 50². ഇത് അങ്ങോട്ട് ചെയ്യാൻ എന്തായി? നിങ്ങളുടെ ആൻസർ ആയി അല്ലേ? നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബൈ 2ഉം 12ഉം ക്യാൻസൽ ചെയ്യാം, 6 വരും അല്ലേ? ഇനി 6 ഇൻറ്റു 10⁻⁻12 അവിടെ ഉണ്ട്. 50യുടെ സ്ക്വയർ എന്താണ്? 2500 അല്ലെ? 6 ഇൻറ്റു 25 എത്രയാണ്? 6 ഇൻറ്റു 25 എന്ന് പറയുന്നത് 150 ആണ് അല്ലെ? സോ 150 വന്നു. 6 ഇൻറ്റു 25 എത്രയാണ്? 150 ആണ്. ഇവിടെ 2 0 ഉണ്ട്. ഈ 2 0 എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ 2 0 ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? നമുക്ക് അവിടെ -10 എന്ന് വരും. സോ 150 ഇൻറ്റു 10⁻⁻10 ജൂൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഉണ്ടാവുന്ന എനർജി പറയാം. 150 ഇൻറ്റു 10⁻10 ജൂൾ. സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. റെഡി അല്ലേ? അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചു. നേരെ നമ്മൾ മൂവ് ചെയ്യുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. എ സിസ്റ്റം ഹാസ് 2 ചാർജസ് QA എത്രയാണ്? 2.5 ഇൻറ്റു 10⁻⁻7 ആണ്. ആൻഡ് QB -2.5 ഇൻറ്റു 10⁻⁻7 കൂളോം ആണ്. ഈ രണ്ടാൾക്കും നമ്മൾ ഒരു റിലേഷൻ ഉണ്ട്. എന്താണ്? രണ്ടാൾക്കും സെയിം മാഗ്നിറ്റ്യൂഡ്, പക്ഷേ ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ്. സെയിം ചാർജ് ആണ് അല്ലെ? സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് പൊളാരിറ്റി അല്ലെ? ഒരാൾ പോസിറ്റീവ് ആണ്, അടുത്ത നെഗറ്റീവ് ആണ് അല്ലെ? ലൊക്കേറ്റഡ് അറ്റ് എ പോയിന്റ്. അതിന്റെ ലൊക്കേഷൻ ആണ് തന്നത് അല്ലെ? അതിന്റെ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് രണ്ടാളല്ലേ? എവിടേക്കാണ് ഈ ചാർജ് സെറ്റ് ചെയ്യുന്നുള്ള കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കോർഡിനേറ്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? XYZ ഓർഡർ നമ്മൾ ഇതല്ലേ? ഇവിടെ എന്തിനകത്ത് മാത്രമേ വാല്യൂ ഉള്ളൂ? എക്സിനും വൈക്കും വാല്യൂ ഇല്ല, സെറ്റിന് വാല്യൂ ഉണ്ട്. ഇവിടെയും എക്സിനും വൈക്കും വാല്യൂ ഇല്ല, സെറ്റിന് വാല്യൂ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് ചാർജും സെറ്റ് ചെയ്യുന്നത് എവിടെയാണ്? Z ആക്സിസിലാണ്. പക്ഷെ ഒരാൾ എന്താണ്? -Z-ലാണ്. കാരണം ഇവിടെ -15 ഉള്ളത് അല്ലെ? -15 ആണ്. ഇയാൾ എവിടെയുള്ളത്? +15 ആണ്. വെച്ചാൽ ഒരാള് പോസിറ്റീവ് സെറ്റിലും മറ്റാള് നെഗറ്റീവ് സെറ്റിലാണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ അത് ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? അതൊരു കോർഡിനേറ്റ്. ഇത് Z ആക്സിസ് ആണ് നിങ്ങൾ വിചാരിച്ചോ? രണ്ട് ഭാഗത്തെയും കാണിക്കേണ്ടത് നമ്മൾ എന്താണ്? ഒറിജിൻ ആണെന്ന് നിങ്ങൾ വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ ഒറിജിനിൽ നിന്ന് പോസിറ്റീവ് സൈഡിലേക്ക് 15 സെന്റിമീറ്റർ അകലെയായിട്ട് നമ്മുടെ ഏത് പോയിന്റ് അറിയോ? അതാ B എന്ന് പറഞ്ഞ പോയിന്റ് B. അവിടെയാണ് ആരുള്ളത്? QB എന്ന് പറഞ്ഞ ചാർജ്. എന്താണ് QB അല്ലെ? -2.5 ഇൻറ്റു 10⁻⁻7 കൂളോം. അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് അല്ലെ? ലെഫ്റ്റ് സൈഡിലേക്ക് ഇതേപോലെ തന്നെ 15 സെന്റിമീറ്റർ അകലെയായിട്ട് നമുക്ക് അടുത്ത പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് ആരുള്ളത്? QA എന്ന് പറഞ്ഞ ചാർജ് സിറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചാർജിനും ഇടയ്ക്കുള്ള ഈ മൊത്തം ഡിസ്റ്റൻസ് എത്രയാടാ? ഇങ്ങോട്ട് 15, ഇങ്ങോട്ട് 15. അങ്ങനെ മൊത്തം എത്ര വരും? 30 സെന്റിമീറ്റർ ആണ് അല്ലെ? 30 സെന്റിമീറ്റർ ആണ് ഈ രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് വരിക. അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ കോർഡിനേറ്റ് വെച്ച് നിങ്ങൾ ആകെ കണ്ടുപിടിക്കേണ്ട ആവശ്യം അല്ലെ? നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ? വാട്ട് ആർ ദ ടോട്ടൽ ചാർജ്? ഇതിന്റെ ടോട്ടൽ ചാർജ് എത്ര? ടോട്ടൽ ചാർജ് വരിക എഫക്റ്റീവ് ഉണ്ടാവോ? രണ്ടാൾക്ക് സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ ഡിഫറെന്റ് പൊളാരിറ്റി അല്ലേ? അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും 0 ആയി പോയി. ഇല്ല, ചാർജ് ന്യൂട്രൽ ആയി അല്ലേ?
ആൻഡ് അടുത്ത കണ്ടുപിടിക്കാറുണ്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റും കണ്ടുപിടിക്കാൻ അല്ലെ. എന്താണ് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ മക്കളെ? എന്താണ് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ വരിക? ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു Q ഇൻറ്റു 2A എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. Q ഇൻറ്റു 2A എന്ന് വെച്ചാൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അവിടെയുള്ള ചാർജ്, ഡൈപോളിന്റെ ചാർജ് എത്രയാ? രണ്ടാൾക്ക് ഒരേ ചാർജ് അല്ലേ, പോളാരിറ്റി മാത്രമേ മാറുന്നുള്ളൂ, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ട മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് 2.5 ഇൻറ്റു 10⁻⁻⁷ ഇൻറ്റു 2A എന്ന് പറഞ്ഞാൽ ഡൈപോൾ ലെങ്ത് ആണ്. എന്ന് വെച്ചാൽ ഈ ഡൈപോളിന്റെ ലെങ്ത് എത്ര? മൊത്തം ലെങ്ത് 30 സെന്റിമീറ്റർ ആണ്. 30 സെന്റിമീറ്റർ ആലോചിക്കുക. 2A എന്ന് പറഞ്ഞാൽ മൊത്തം ലെങ്ത് ആണ് കേട്ടോ. 2A എന്ന് പറഞ്ഞാൽ മൊത്തം ലെങ്ത് ആണ്, A അല്ല 30. അപ്പൊ നിങ്ങൾ 2 × 30 60 എന്ന് പറഞ്ഞാൽ എഴുതി വെക്കരുത്. ഓക്കെ, 2A എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപോളിന്റെ എൻറ്റയർ ലെങ്ത് ആണ്. ഓക്കെ, സോ ഡൈപോളിന്റെ എൻറ്റയർ ലെങ്ത് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. സോ 30 ഇൻറ്റു സെന്റിമീറ്ററിന്റെ മീറ്റർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 10⁻⁻². കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് നോക്കിയേ. ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു 2.5 ഇൻറ്റു 30 എത്രയാണ് വരിക? 75 അല്ലെ. 75 വന്നു. ഓക്കെ, 75 into 10⁻⁻7 10⁻², 10⁻⁹. ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എത്രയാണ്? Q ഇൻറ്റു 2A എന്ന് വെച്ചാൽ കൂളോം ഇൻറ്റു ഡൈപോൾ ലെങ്ത്, മീറ്റർ അല്ലേ. സോ കൂളോം മീറ്റർ, സെന്റിമീറ്റർ അല്ല കൂളോമീറ്റർ. പല കുട്ടികളും അതിനെ സെന്റിമീറ്റർ എന്നൊക്കെ വായിക്കാറുണ്ട്, പക്ഷെ സെന്റിമീറ്റർ അല്ല. എന്താണത്? കൂളോമീറ്റർ ആണ്. കൂളോമീറ്റർ. ഓക്കെ, ആലോചിച്ച് നോക്കുക. ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്താണ്? കൂളോമീറ്റർ ആണ്. 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണത്. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്, സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോയാലും. അടുത്ത ക്വസ്റ്റ്യൻ അവിടെ മക്കളെ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളാം. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ കപ്പാസിറ്റൻസ് ഇഫ് എ മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദം അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നടുക്കേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ഡൈഇലക്ട്രിക് മീഡിയം നമ്മൾ എന്ത് ചെയ്യാണ്? ഇതേപോലെ പ്ലേസ് ചെയ്യാണ്. ആ ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണ്? K ആണ്. നമുക്കറിയാം കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? ε0A/d ആണ് അല്ലേ. ഇനി അവിടേക്ക് എന്ത് ചെയ്യാണ്? ഇഫ് ഡൈഇലക്ട്രിക് മീഡിയം ഇസ് പ്രസന്റ് ആണെങ്കിൽ അല്ലേ, ഇഫ് ഡൈഇലക്ട്രിക് മീഡിയം ഇസ് പ്രസന്റ്, ഡൈഇലക്ട്രിക് മീഡിയം ഈസ് പ്രസന്റ് ആണെങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് എന്തായിട്ട് മാറും? C' = K ഇൻറ്റു പഴയത് ε0A/d. ഈ ε0A/d എന്താ? പഴയ കപ്പാസിറ്റൻസ് അല്ലേ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇംപ്ലൈസ് C' പുതിയ കപ്പാസിറ്റൻസ് K ഇൻറ്റു C എന്ന് കിട്ടി അല്ലെ. K ഇൻറ്റു C. എന്താ K? എന്താ? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അതൊരു പോസിറ്റീവ് കോൺസ്റ്റന്റ്. അതൊരു പോസിറ്റീവ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും അല്ലെ. അപ്പൊ പഴയ കപ്പാസിറ്റൻസിന് കൂടെ ഒരു പോസിറ്റീവ് വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കപ്പാസിറ്റൻസ് വാല്യൂ കൂടുതൽ ചെയ്യുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്ത് പറയാം? അവിടെ ഉണ്ടാവുന്ന കപ്പാസിറ്റൻസ് അല്ലെ, എന്താണ്? കപ്പാസിറ്റൻസ്. അവിടെ ഉണ്ടാവുന്ന കപ്പാസിറ്റൻസ് എന്ത് ചെയ്യാണ് മക്കളെ? കൂടാണ് ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അത് പോയോ? ഓക്കെ, കപ്പാസിറ്റൻസ് എന്ത് ചെയ്യുന്നു? കൂടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ കൂടും. കപ്പാസിറ്റൻസ് ഇൻക്രീസസ്. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അപ്പൊ എന്താണ്? ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഡയലക്ട്രിക് മീഡിയം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെയും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഗിവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ അല്ലെ. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും നമ്മൾ റിലേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട് എന്താണ് റിലേഷൻ? തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ് അല്ലെ. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. E = -dV/dr. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഇതൊരു വലിയ ഡെറിവേഷൻ ആണ്, നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ അല്ലെ. P cos θ/r² എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യാൻ? ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളാം. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ ചാർജ് ഓഫ് 4 × 10⁻⁷ കൂളും ലൊക്കേറ്റഡ് 9 സെന്റിമീറ്റർ അവേ അല്ലെ. നമ്മൾ പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ പൊട്ടൻഷ്യൽ ഇക്വേഷൻ? എന്താണ്? 1/4πε0 × Q/r അല്ലേ. ഇവിടെ Q അറിയാം, R പറയാം. നേരെ കണ്ടുപിടിക്കുക. പൊട്ടൻഷ്യൽ V = 1/4πε0 വാല്യൂ എത്രയാണ്? 9 × 10⁻⁹ ആണ്. ഇൻറ്റു ചാർജ് എത്രയാണ്? 4 × 10⁻⁻7 ആണ്. -7 ബൈ ഡിസ്റ്റൻസ് എത്രയാ? 9 സെന്റിമീറ്റർ ആണ്. മീറ്റർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 10⁻2 കൊടുക്കും. എത്രയുള്ള പരിപാടി? ഈ 9 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം അല്ലെ. ഇവിടെ ഉണ്ടാവുന്ന -2 ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? -7 -2 പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? -5 ഉണ്ടാവും.
റെഡി ആണല്ലോ? ഇനി നോക്കി നിങ്ങൾ ഇവിടെ മുകളിൽ ആരൊക്കെയാ ബാക്കിയുള്ള v ഈക്വൽ ടു 4 അവിടെ ഉണ്ട് ഇൻറ്റു 10⁻⁹ 10⁻⁵. സോ 9 - 5 4 ആണ്. സോ 4 ഇൻറ്റു 10⁻⁴ എന്താണ് പൊട്ടൻഷ്യൽ അല്ലേ? സോ വോൾട്ട്. 4 ഇൻറ്റു 10⁻⁴ വോൾട്ട്. ഇതാണ് നമ്മുടെ എന്ത് വരിക? പൊട്ടൻഷ്യൽ വരുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇനി ആവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. സോ ഇതേപോലുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യാം. റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.